നമസ്കാരം. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അർജുനായുള്ള തെരച്ചിൽ 6ാം ദിവസം. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും. കർണാടക മുഖ്യമന്ത്രി അപകട സ്ഥലത്തേക്ക്. തെരച്ചിലിൽ അതൃപ്തി ആവർത്തിച്ച് കുടുംബം. സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദമല്ല, ഇടപെടലാണ് വേണ്ടതെന്ന ആവശ്യം. നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറത്ത് അതീവ ജാഗ്രത. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിടും. പൊതുചടങ്ങുകളിൽ 50 പേർ മാത്രം. 14-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരും. തിരുവനന്തപുരത്ത് കുത്തിവെപ്പിനെ തുടർന്ന് അബോധാവസ്ഥയിലായ യുവതി മരിച്ചു. മരിച്ചത് കാട്ടാക്കട സ്വദേശിനി കൃഷ്ണ തങ്കപ്പൻ. യുവതിക്ക് കുത്തിവെപ്പ് നൽകിയത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ. ടെൽ അവീവിലെ ആക്രമണത്തിന് തിരിച്ചടിച്ച് ഇസ്രായേൽ. ഹൂതി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം. തുറമുഖ നഗരമായ ഹൊദൈദിൽ വൻ നാശനഷ്ടം. പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. ഇന്ന് സർവകക്ഷി യോഗം. തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യാൻ CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് ആരംഭിക്കും. സർക്കാർ പ്രവർത്തനങ്ങളുടെ മുൻഗണനാക്രമവും ചർച്ചയ്ക്ക്. ജനക്ഷേമത്തിന് ഊന്നൽ നൽകണമെന്ന് നിർദ്ദേശം. ജീവിതശൈലിയിലും പെരുമാറ്റത്തിനും ലാളിത്യം പുലർത്തണമെന്നും ആവശ്യം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി 6ാം ദിവസത്തെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്താണ് പരിശോധന. വിശദാംശങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് KV ബൈജു ചേരുകയാണ്. ബൈജു, ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു, തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷേ, നമ്മളിപ്പോൾ ഉള്ളത് ഈ സംഭവം അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നു. ഏതായാലും ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് കാണാം, ആ ലോറി അപകടത്തിൽപ്പെട്ടു എന്ന് കൃത്യമായി റഡാർ കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ആ അഞ്ച് JCBകൾ അത്തരത്തിൽ ആ പ്രദേശത്ത് ഇപ്പോൾ ലോറിക്കായി തിരച്ചിൽ നടക്കുന്നുണ്ട്. ഏത് സമയത്തും അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്കിവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. ഞാനിപ്പോൾ ഈ കൃത്യം അപകട സ്ഥലത്ത് തന്നെ നമ്മൾ ന്യൂസ് 18 സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്താണ് ലോറി ഉള്ളത്. വലിയ മൺകൂന ആ പ്രദേശത്ത് കാണാം. ആ പ്രദേശത്തെ മണ്ണാണ് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്തും ഇപ്പോൾ അർജുനുമായുള്ള ആ ലോറി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. തത്സമയ ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ ഷിരൂരിൽ നിന്നും പ്രേക്ഷകർക്കായി നൽകുന്നത്. ഏത് സമയത്തും ആ ലോറി കണ്ടെത്താം എന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും സൈന്യം 11 മണിയോടുകൂടി എത്തുമാണ് എന്നാണ് അറിയുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ലോറി കണ്ടെത്തുക, അതായത് ഓരോ നിമിഷവും വില പിടിച്ചതാണ്. കാരണം അത്രയും ദിവസമായി ഈ മണ്ണിനടിയിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇപ്പോൾ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഈ കൃത്യമായി ആ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നതാണ് ഏറ്റവും ആശ്വാസകരം. നമ്മൾ ഇന്നലെ 11:30 നമ്മൾ റിപ്പോർട്ട് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ലോറി കണ്ടെത്തിയ സ്ഥലം. അത് തന്നെയാണ് അത് ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ആ സ്ഥലത്താണ് കൂടുതൽ JCB ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള തിരച്ചിൽ നടക്കുന്നത്. എന്തായാലും സൈന്യവും അല്പസമയത്തിനകം ഇവിടെ എത്തും. അതോടുകൂടി തെരച്ചിൽ ഊർജിതമാകും. ഇതിൽ എടുത്തു പറയേണ്ടത് രഞ്ജിത്തിനെയാണ്. രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നതാണ്. രഞ്ജിത്ത് ജില്ലാ ഭരണകൂടവുമായി ഇന്നലെ ഇത്തരത്തിൽ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ തെരച്ചിലിന് ഒരു ഊർജിതമായ തെരച്ചിലായത്. രഞ്ജിത്ത് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.
അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ അർജുന്റെ അരികിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് പറയാം. അത്രത്തോളം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യം തിരച്ചിലിന് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ലോറി കണ്ടെത്തുക, അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ആ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം ഈ ഭാഗങ്ങളിലുള്ള മണ്ണൊക്കെ നീക്കം ചെയ്തിരിക്കുന്നു. ഇന്നലെ വലിയ തോതിൽ പാറക്കൂട്ടങ്ങളും മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ഗതാഗത സൗകര്യമൊരുക്കുന്നു, വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്നു. നേരത്തെ ഈ 4 വരി പാത എന്നത് വെറും ഒറ്റ വരി പാത മാത്രമായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഈ മുഴുവൻ ചെളിയും മണ്ണും എല്ലാം നീക്കം ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ പ്രവർത്തനം വലിയ തോതിൽ ഇത്തരത്തിൽ ഊർജിതമായി നടത്തിയത്. സൈന്യത്തെ തെരച്ചിലിനായി കൊണ്ടുവരും എന്ന് ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിൽ പ്രഖ്യാപനമുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടെയുള്ള തെരച്ചിൽ NDRFന്റെയോ അതുപോലെ തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും തെരച്ചിലുകളെല്ലാം വലിയ തോതിൽ ഊർജിതമാക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൂടുതൽ കാണാം. ഈ JCBകൾ അത്തരത്തിൽ അവിടെ നിന്നും മണ്ണ് നീക്കുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്താണ് ആ ലോറി ഉള്ളത് എന്ന് രഞ്ജിത്ത് അല്പസമയം മുമ്പ് ന്യൂസ് 8നോട് പറയുകയുണ്ടായി. ആ സ്ഥലമാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണ് നീക്കുന്ന പ്രവർത്തനം നടക്കുന്നത്. ഏത് സമയത്തും നമുക്ക് രഞ്ജിത്തിന്റെ തൊട്ടരികിലെത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ളൊരു വളരെ വൈകാരികമായ ആ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നമ്മൾ ദിവസങ്ങളായി കാത്തിരിക്കുന്ന ആ സമയം രഞ്ജിത്തിനെ ജീവനോടെ ഈ മണ്ണിന്റെ അടിയിൽ നിന്നും കൊണ്ടുവരിക. തീർച്ചയായും അതാണ് അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ബൈജു സൂചിപ്പിക്കുന്ന പോലെ. അർജുന്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നു എന്ന ശുഭപ്രതീക്ഷയാണ് ഈ മിനിറ്റുകളിൽ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. അതായത് ഈ റഡാറുകൾ ഉപയോഗിച്ച് പല തവണയാണല്ലോ പരിശോധന നടത്തിയത്. ഇപ്പോൾ ആ റഡാറിൽ ലോറി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ആ സ്ഥലത്ത് അവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്നു. ആ നിലയിലേക്ക് അവിടെ സൗകര്യം ഒരുക്കപ്പെട്ടു എന്നല്ലേ വിലയിരുത്തേണ്ടി വരുന്നത്? തീർച്ചയായും ആ കൃത്യസ്ഥലം, അതായത് ഈ ലോറി അപകടത്തിൽപ്പെട്ടു എന്ന ആ കൃത്യസ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഏത് നിമിഷവും അർജുനിലേക്ക് എത്തും. അർജുൻ യാത്ര ചെയ്തിരുന്ന ആ ലോറിയുള്ള കൃത്യസ്ഥലത്താണ് റഡാർ ലോറിയുടെ 70% യന്ത്രഭാഗങ്ങൾ ഇന്നലെ കണ്ടെത്തിയത്. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്. ഈ ലോറി ഈ മൺകൂനയിൽ അടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈ രഞ്ജിത്ത്, ഈ സംഘത്തിന് നേതൃത്വം നൽകുന്ന രഞ്ജിത്തും അല്പസമയം മുമ്പ് നമ്മൾ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങൾ. കൃത്യം ആ സ്ഥലമാണ്. അവിടെ 5 or 6 JCBകൾ അത്തരത്തിൽ വലിയ തോതിൽ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത്. ഈ മൺകൂന ഏത് സമയത്തും മൺകൂനയിൽ ഇടയിൽ നിന്നും അർജുനുമായുള്ള ലോറിയും അർജുനെയും കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. ഈ ദൃശ്യം നമുക്ക് കൃത്യമായി കാണാം. JCB മണ്ണ് നീക്കുന്നത് ഏത് സമയത്തും ആ വാഹനം നമുക്ക് ക്യാമറയിൽ ദൃശ്യത്തിൽ തന്നെ തത്സമയം കാണാൻ പറ്റും. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാനുള്ള ലോറികളുണ്ട്. ഇന്ന് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് പറയാം. ഏതായാലും ചൊവ്വാഴ്ച ഈ അപകടം നടന്ന് ഇത്രയും ദിവസം എടുക്കേണ്ടി വന്നു ഈ അധികൃതരുടെ ഈ സംവിധാനങ്ങൾ ഇത്രത്തോളം ഉണർന്ന് പ്രവർത്തിക്കാൻ എന്നുള്ളതാണ്. ഇത് കുറച്ചും കൂടി നേരത്തെ ആയാൽ നമുക്ക് ഇത്രത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് ഈ മണ്ണിനടിയിൽ നിന്നും ഈ വാഹനങ്ങൾ ഇത്തരത്തിൽ പുറത്തെടുത്താൽ ആ സമയം തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, കാരണം ഇത്രയും ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു വാഹനമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന വാർത്ത ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ആ ഒരു ശ്വാസം ഈ മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഓരോ രക്ഷാപ്രവർത്തകരും കുടുംബവും ഒപ്പം നമ്മളും എല്ലാം ഒരു നാട് മുഴുവൻ, അതായത് കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ആ സമയമാണ്. ഏത് സമയത്തും അത്തരത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തികളാണ്. ഏത് സമയത്തും സൈന്യത്തിന്റെ ഒരു സംഘം 40 അംഗ സംഘം ഇവിടെ എത്തും. അവർ പുറപ്പെട്ടിരിക്കുന്നു. 10:30 എത്തുമെന്നാണ് കാർവാർ MLA അറിയിച്ചതെങ്കിലും അവർ അതിനു മുമ്പ് തന്നെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്കായിരിക്കും ഇവിടെ വേദിയാവുക. എന്തായാലും മാധ്യമങ്ങൾക്ക് ഈ പ്രദേശത്തേക്ക് ഇന്ന് അനുമതി നൽകിയിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പുഴയാണ്. പുഴയുടെ അരികിലായി ഇന്നലെ വലിയ തോതിലുള്ള മൺതിട്ടുകൾ രൂപപ്പെട്ടിരുന്നു. അതൊക്കെ നീക്കം ചെയ്തിരിക്കുന്നു. ഈ റോഡും അതുപോലെ തന്നെ ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു. ഈ ലോറി ഇത്തരത്തിൽ അർജുനുമായുള്ള ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അതിന് സമീപത്തായി മറ്റ്
വാഹനങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് തന്നെയാണ് അധികൃതർ കരുതുന്നതും. അതുകൊണ്ട് ആ വാഹനങ്ങളെല്ലാം എല്ലാ ജീവനും ഇത്തരത്തിൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ശ്വാസം എടുപ്പോടെ ഉണ്ടെങ്കിൽ അവരെല്ലാം രക്ഷപ്പെടുത്തുക എന്ന് തന്നെയാണ് ദൌത്യം, ഈ രക്ഷാപ്രവർത്തകരുടെ ദൌത്യം. ഏതായാലും രഞ്ജിത്ത് ഇന്ന് രാവിലെ ഈ പ്രവർത്തികൾക്കായി മുന്നിട്ടിറങ്ങിയതോടുകൂടിയാണ് ഇതിന് ആക്കം കൂടിയത്. രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അല്പസമയം മുമ്പ് രഞ്ജിത്തും സൂചിപ്പിച്ചത് തന്നെയാണ്. ഏതായാലും കൃത്യം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അർജുൻ യാത്ര ചെയ്ത ലോറി ഉള്ള ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ആ സ്ഥലത്തു കൂടി തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതും. മണ്ണ് ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയോ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. മഴ മാറിയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മഴ മാറിയ സാഹചര്യം കൂടി ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് അത്തരത്തിൽ വലിയ ഏകോപനം നടത്താൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. ഇത് അത്തരത്തിൽ ഏകോപന കുറവ് നേരത്തെ ഉണ്ടായി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ ദൃശ്യം. ഇത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ അർജുനെ നമുക്ക് രക്ഷപ്പെടുത്താൻ നമുക്ക് ആശ്വാസ വാർത്ത നമുക്ക് നൽകാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇനിയും പ്രതീക്ഷ ഞാൻ വളരെ പെട്ടെന്ന്, അതായത് ബൈജു, ഈ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി എന്നത് തുറന്ന് സമ്മതിക്കുകയാണ് കാർവാർ MLA കൂടിയായ സതീഷ് കൃഷ്ണ സെയിൽ. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. All these things efforts and particularly our NIT people have given some identification with the radar and till that radar we have reached, but not yet we have found anything. Now we are not finding anything, but definitely we will go another 5 meter depth now. Okay. And if you want to be there with us, please you come. No Yes, issue. we want to be there. Yeah, you have to come. When the army people come to here? Army people already they have intimated by 10:30 to 11 they are exported From Belgaum. from Belgaum. So 40-member unit. Yeah, So Navy unit is also Navy coming. already it is there in the site and with the diving people, with NDRF and SDRF. But people. Arjun's family is Sir, very much CM disappointed that the district coordination is not sufficient. That is true. I also do agree with these points. But they are making the efforts. But it is not ethically planned. What we call no? Not systematic and planned. Not systematic. ഇതാണ്, അതായത് but- MLA തന്നെ സമ്മതിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന്. അതായത് കുടുംബത്തിന്റെ ആരോപണത്തെ ശരിവെക്കുകയാണ് ഇപ്പോൾ MLA ചെയ്യുന്നത്. ഇതാ ബൈജുവിലേക്ക് വീണ്ടും പോകുന്നു. ബൈജു, അവിടെ എല്ലാവരുമുണ്ട്, പ്രത്യേകിച്ച് അർജുന്റെ കുടുംബാംഗങ്ങൾ, രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ള വോളണ്ടിയേഴ്സ്. അങ്ങനെ ഈ തുടക്കത്തിലെ പിഴവുകളെല്ലാം പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്താണ് അവർക്ക് പറയാനുള്ളത്? അഭിലാഷേ, തീർച്ചയായും ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് അർജുന്റെ സഹോദരൻ പ്രസാദാണ്. പ്രസാദിലേക്ക് തന്നെ നമുക്ക് പോകാം. പ്രസാദ്, എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ പ്രവർത്തനം? എന്താ അറിയില്ല, ആർമി വരുന്നതാണ് പറഞ്ഞ, ഫോഴ്സ് ഇതുവരെ എത്തിയില്ല. അപ്പൊ നമുക്ക് വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇന്നലെ തന്നെ അപേക്ഷിച്ച് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നടക്കുന്നുണ്ട് ഇവിടെ കാര്യങ്ങളെല്ലാം. നമുക്കിപ്പോൾ പ്രതീക്ഷ വലിയ ബാക്കിയുണ്ടല്ലോ അല്ലേ? നമ്മൾ ആ ഹോപ്പ് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് പ്രതീക്ഷ നല്ല രീതിയിലുണ്ട്. ആർമിയും കൂടി എത്തിയ ഒരു ആശ്വാസമായിരുന്നു മനസ്സിന്. ഇപ്പം ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവർത്തനം, അതായത് നമുക്ക് കൃത്യമായ ലോറി ഉള്ള ആ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നു. ആ സ്ഥലത്ത് തന്നെയാണ് ഈ മണ്ണെടുക്കുന്ന പ്രവർത്തികളും. ഇന്നലെ വരുമ്പോഴൊക്കെ ഈ സ്ഥലത്ത് വലിയ തോതിൽ ചെളിയും മണ്ണും ഒക്കെ മൂടിക്കെടുക്കുന്ന സാഹചര്യം. ഇന്ന് ഒരു മാറ്റം ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ഇത്രയും ദിവസത്തെ അപേക്ഷിച്ച് ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഒരു മനസ്സിനൊരു സമാധാനമുണ്ട്. എന്താവുന്ന അറിയില്ല, ഫോഴ്സ് ഒന്ന് എത്തിയാൽ നമുക്കൊരു സമാധാനമായിരുന്നു കുറച്ചും കൂടി. എന്തായാലും പ്രസാദാണ്, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമുക്കറിയാം. വലിയ തോതിലുള്ള ഈ അപകടം നടന്ന വിവരം അറിഞ്ഞതു മുതൽ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. അത്തരത്തിൽ നിരവധി ദിവസങ്ങളായി ഇവിടെ കഴിയുന്നു. അദ്ദേഹം തന്നെ നമ്മളോട് തന്നെ പ്രതികരിച്ചതാണ്, നമുക്ക് ജീവനോടെ ഇത്തരത്തിൽ നമുക്ക് അർജുനെ വേണം, അല്ലാതെ ജഡമായി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടി വേണം. ഇന്ന് രാവിലെ കൂടി നമുക്ക് പ്രസാദ് നൽകിയ അഭിമുഖത്തിൽ എന്തായാലും പറഞ്ഞിരുന്നതാണ്. ഏതായാലും ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ
ആ ലോറിക്കരികിലേക്ക് എത്തുന്ന ആ ദൃശ്യമാണത്. ആ കൃത്യമായി ആ സ്ഥലം കണ്ടെത്തി അവിടെയാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നത്. കൂടുതൽ JCBകൾ ഉടൻ എത്തുമെന്നാണ് കാർവാർ MLA അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ നല്ല വാർത്ത നമുക്ക് ലഭിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും ഏത് തരത്തിലാണ് ഇനി കാര്യങ്ങൾ, ആശങ്ക ഏതെങ്കിലും ഉണ്ടാകുമോ, നമുക്ക് അർജുനെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. അത് ഈ കുടുംബാംഗങ്ങളായാലും ഈ രക്ഷാപ്രവർത്തകരായാലും അതുപോലെ തന്നെ നമ്മളും അത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും ഈ സ്ഥലത്ത്, ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ തുടരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഇടവിട്ട് നമ്മൾ ഈ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കൃത്യമായി നൽകുന്നുണ്ടായിരുന്നു. ഓരോ വിവരങ്ങളും ആദ്യം പുറത്തു കൊണ്ടുവന്നു വിവരം പ്രേക്ഷകർക്ക് എത്തിച്ചത് നമ്മൾ തന്നെയായിരുന്നു. ഈ സ്ഥലത്ത് ഇന്നലെ ഈ സ്ഥലങ്ങളിലെ ഭീകര ദൃശ്യങ്ങളൊക്കെ ആദ്യം പുറത്തെത്തിച്ചത് നമ്മൾ തന്നെയായിരുന്നു. ഏതായാലും ആ രീതിയിൽ കൃത്യമായ വിവരങ്ങൾ നമ്മൾ ഇവിടെ നൽകിക്കൊണ്ടിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ 11:30, അതായത് രാവിലെ 11:30 ഓർക്കണം, ആ സമയത്ത് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് ആ ലോറി ഉള്ളതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് ഇന്ന് ദൃശ്യങ്ങൾ തന്നെ ഇന്ന് വ്യക്തമാണ്. ആ റഡാർ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലം, ആ സ്ഥലത്ത് തന്നെയാണ് ലോറി ഉള്ളത്. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ, എനിക്ക് പിറകിൽ കാണുന്ന പോലെ വലിയ ദൂരത്തിലാണ് ഈ മല ഇടിഞ്ഞു വീണത്. ഏത് ഭാഗത്താണ് ഈ ലോറി ഉണ്ടാവുക എന്നറിയില്ലായിരുന്നു, ഏത് ഭാഗത്താണ് മണ്ണ് മാറ്റേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസം സമയം നമുക്ക് പാഴാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ കൃത്യമായ സ്ഥലം കണ്ടെത്തിയത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിലുള്ള ആശ്വാസമായത്, വേഗത വർദ്ധിച്ചത്. എന്തായാലും കൂടുതൽ JCB കൂടി എത്തുന്നതോടുകൂടി ഈ പ്രവർത്തനം കൂടുതൽ വേഗത വർദ്ധിക്കും. ഒപ്പം സൈന്യം, നേരത്തെ പ്രസാദ് സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ സൈന്യത്തിന്റെ സേവനം അടിയന്തരമായി ഉണ്ടാകണം. അത് ഏത് സമയത്തും ഇവിടെ എത്തും. അവർ കൂടി എത്തുന്നതോടുകൂടി മുഴുവൻ രക്ഷാ പ്രവർത്തകരും ഒന്നിക്കുമ്പോൾ ആ പ്രവർത്തനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അർജുനേക്കും ഒപ്പം ഇവിടെ ജീവൻ അല്ലെങ്കിൽ അത്തരത്തിൽ ജീവനായി നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്, അവരെയും നമുക്ക് പുറത്തെടുക്കേണ്ടതുണ്ട്. അത് നേരത്തെ കാർവാർ MLA പറഞ്ഞിരുന്നു. നാട്ടുകാരായ ആൾക്കാരുണ്ട്, ഒപ്പം യാത്ര ചെയ്തിരുന്ന വാഹനങ്ങളുണ്ട്, വാഹനത്തിലകപ്പെട്ടവരുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള 2 മിസ്സിംഗ് കേസുകളാണ് നിലവിൽ പോലീസിൽ എത്തിയിട്ടുള്ളതെങ്കിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ നിന്നും കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി വലിയ സമയമെടുക്കില്ല. കാലാവസ്ഥ അനുകൂലമാണ്, മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ചാറ്റൽ മഴ നിലവിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലൊന്നും ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ രീതി അല്ലെങ്കിൽ ആ ഒരു ഭീകരത ഇപ്പോൾ ഇല്ല. ഇവിടെ നിന്നും മണ്ണും ചെളിയും എല്ലാം മാറ്റിയ സാഹചര്യമുണ്ട്. ഈ ലോറി പുറത്തെടുത്ത് മറ്റ് പരിശോധന നടത്തിയാൽ ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. പൂനെയിൽ നിന്നും മംഗളൂരുവിലേക്ക് പോകുന്ന പ്രധാന ദേശീയപാതയുടെ ഒരു അവസ്ഥയാണിത്. എല്ലാ വാഹനങ്ങളും 2 ഭാഗത്തായി, അതായത് മംഗളൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിന് എനിക്ക് പിറകിലായും അതുപോലെ തന്നെ ഗോവ, പൂനെ തുടങ്ങിയ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ തൊട്ട് അപ്പുറത്തെ ഭാഗത്തായും ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. 4-5 ദിവസമായി ഇവർ ഇവിടെ ഇത്തരത്തിൽ വാഹനങ്ങളുമായി കാത്തിരിക്കുന്നു. ഈ റോഡ് ഗതാഗതം യോഗ്യമായാൽ ഇതുവഴി കടന്നുപോകാൻ. ഇപ്പോൾ നിലവിൽ ഇത്തരം വാഹനങ്ങൾ കടന്നുപോകാൻ മറ്റ് ഒരു വഴികളുമില്ല. ഇത് ഒരു വഴി മാത്രമാണ്. ഈ ദേശീയപാത NH-66 മാത്രമാണ്. ഇതുവഴിയാണ് ഇവർ കടന്നുകൊണ്ട്. ഇതൊരു 6 വരി പാതയാണ്. ഇപ്പോൾ ഇന്നലെ വരുമ്പോൾ വെറും ഒരു ഒറ്റ വരി പാതയായിരുന്നു നമുക്ക് കണ്ടതെങ്കിൽ ഇന്ന് മുഴുവൻ റോഡിന്റെ എല്ലാ ഭാഗവും ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. പുഴയുടെ അരികിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എനിക്ക് ഇപ്പുറത്ത് കാണുന്ന പുഴയാണ്. ഈ പുഴയിലേക്കാണ് ഈ ഇത്തരത്തിൽ ആളുകൾ ഈ കട ഉൾപ്പെടെ ഒലിച്ചു പോയ സാഹചര്യമുള്ളത്. ഈ സ്ഥലത്ത് ഒരു ചായക്കടയുണ്ടായിരുന്നു. ആ ചായക്കടയോ അല്ലെങ്കിൽ അവരുടെ വീടോ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. അവിടെ ഉണ്ടായിരുന്ന 7 പേരാണ് ആ സമയം, ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് തത്സമയം മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്, മരണമടയുന്ന സാഹചര്യം ഉണ്ടായത്. അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായി അവരെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അർജുന്റെ കാര്യത്തിലാണ് നമുക്ക് എവിടെയാണ് അർജുൻ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ അർജുന്റെ അരികിലേക്ക് നമ്മൾ വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ, നമുക്ക് ഉടൻ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അഭിലാഷ്, തീർച്ചയായും അർജുന്റെ അടുത്തേക്ക് രക്ഷാസംഘം എത്തുന്നു, ദൗത്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലേതിനുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെയൊക്കെ സാങ്കേതികമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകളുള്ള പ്രദേശമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അടക്കം മനസ്സിലാക്കാൻ സാധിക്കും. ഏത് നിമിഷവും കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വീഴാവുന്ന പ്രദേശമാണ്. നീരൊഴുക്ക് ഉള്ള പ്രദേശം ആണ്. രാത്രി സമയങ്ങളിൽ അവിടെ രക്ഷാദൗത്യം എന്നത് ശ്രമകരമാണ്. തുടക്കത്തിലുണ്ടായ പാളിച്ച എന്നത്
വേണ്ടത്ര ഗൗരവത്തോടെ തുടക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിവേഗമാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി അവിടേക്ക്, കർണാടക മുഖ്യമന്ത്രി അപകട സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ്. അതോടൊപ്പം സൈന്യത്തിൻ്റെ സേവനം കൂടി തേടുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞ പ്രദേശം തന്നെ തീർത്തും വ്യത്യസ്തമായ അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും ആ മലയിടുക്കുകൾ എല്ലാം അപകടാവസ്ഥയിൽ തന്നെയാണ്. അതായത് മണ്ണിടിഞ്ഞ് കൂടുതൽ മണ്ണ് താഴേക്കൊക്കെ പതിക്കാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു അപകട മേഖലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈജു, ഇതിലിപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഊർജം പകരാനായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി വോളണ്ടിയർമാർ അവിടെ എത്തിയിട്ടുണ്ട്. സന്നദ്ധരായി ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി എക്സ്പീരിയൻസ് ഉള്ള സന്നദ്ധരായ ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഒരു പക്ഷേ അതിന് കാരണങ്ങളുണ്ടാകാം. ഈ മണ്ണൊക്കെ കൂടുതൽ ഇടിഞ്ഞ് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇവരെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കുന്നത് കൂടുതൽ അപകടാവസ്ഥ സൃഷ്ടിച്ചേക്കാം. നമുക്കതിനെ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. എങ്കിലും ഇപ്പോഴീ കൂടുതൽ ആളുകൾ എത്തുന്നു. സൈന്യം വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ ഭാഗമാകുന്നു. കൂടുതൽ അധികൃതർ, മുഖ്യമന്ത്രിയെ പോലെയുള്ളവർ അവിടേക്ക് എത്തുന്നു. അത് എത്രത്തോളം വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട് ബൈജു? അഭിലാഷ്, ആ കാര്യത്തിൽ ഇവിടെ എത്തിയത് ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ നിരവധി ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ രഞ്ജിത്താണ്. രഞ്ജിത്തിന്റെ കഴിവുകൾ നമുക്കറിയാം. ഇത്തരം അപകടം നടക്കുമ്പോൾ അത് വലിയ ആശ്വാസമായി പല ജീവനുകളും ഇത്തരത്തിൽ നമുക്ക് തിരിച്ചു നൽകിയ രഞ്ജിത്താണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ സേവനം വലിയ പ്രതീക്ഷയോടെയായിരുന്നു കുടുംബം ഉൾപ്പെടെ കണ്ടത്. കുടുംബത്തിന്റെ പ്രത്യേക ആവശ്യപ്രകാരമായിരുന്നു രഞ്ജിത്ത് എത്തിയതും. പക്ഷേ ഇന്നലെ ഇവിടുത്തെ പ്രത്യേകിച്ച് നേരത്തെ MLA സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ കലക്ടർക്ക്, ഇവിടെയുള്ള കലക്ടർക്ക് പരിചയക്കുറവുണ്ട് എന്ന ഒരു അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ബൈറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഈ കലക്ടർക്ക് ഒരു പരിചയക്കുറവുണ്ട്. ആ കാര്യത്തിൽ സമ്മതിക്കുന്നുവെന്നും ഈ ഏകോപനം ഉണ്ടാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും കലക്ടർക്ക് ആ രീതിയിലുള്ള ഒരു വിമർശനം ഇവിടെ ഭരിക്കുന്ന മുന്നണിയുടെ തന്നെ MLA പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടൽ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ ഈ ദൃശ്യം ഇവിടുന്ന് നമുക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. കാരണം നമ്മൾ കാത്തിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ചില മാധ്യമങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നേയില്ല എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു. അത് ചെറുതായിട്ടല്ല അത് ബാധിക്കുന്നത്. അത് കുടുംബങ്ങളെ ആയാലും അർജുനായി കാത്തിരിക്കുന്ന കോടിക്കണക്കിന് മലയാളികളെ ആയാലും അത് ചെറിയ തോതിലൊന്നുമല്ല ബാധിക്കുന്നത്. അത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് നേരിട്ട് കണ്ട് അതിന്റെ സത്യാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, എന്താണ് സംഭവിക്കുന്നതെന്ന്. മാത്രമല്ല ഇത്തരം ക്യാമറ സംവിധാനം നമ്മൾ ഈ ഇത്തരത്തിൽ വാർത്ത നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടുകൂടി ഇതിന്റെ ഒരു പ്രവർത്തനവും ആ രീതിയിൽ പുരോഗമിക്ക് മാത്രം ഊർജിതമായ ഒരു പ്രവർത്തനം ഉണ്ടാവും എന്ന കാര്യത്തിലും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും രഞ്ജിത്ത് ഈ സ്ഥലത്ത് തന്നെയുണ്ട്. രഞ്ജിത്ത് തൊട്ട് ആ JCB കരികിലായി നിന്ന് അവർക്ക് കൃത്യമായി നിർദ്ദേശം നൽകുന്നുണ്ട്. രഞ്ജിത്ത് മാർക്ക് ചെയ്ത, അതായത് റഡാറിലൂടെ ഇത്തരത്തിൽ ഈ കണ്ടെത്തിയ സ്ഥലത്തിൽ രഞ്ജിത്ത് മാർക്ക് ചെയ്ത സ്ഥലം, ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ മൺകൂന മാറ്റുന്ന ഇതുള്ളത്. ഇനി ഏതായാലും കുറച്ച് മൺകൂനുകൾ കൂടി മാറ്റിയാൽ ഈ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവച്ചതും. നമ്മൾക്ക് നേരിട്ട് ഈ സ്ഥലത്തു നിന്നും നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി വളരെ കുറച്ച് മണ്ണുകൾ മാത്രം നീക്കം ചെയ്താൽ ഇപ്പോൾ കൂടുതൽ JCB ഇവിടെ എത്തിയിരിക്കുന്നു. മംഗളൂരു ഭാഗത്തു നിന്നുള്ള മറ്റ് റോഡിൽ നിന്നും ആ ഭാഗത്ത് മണ്ണെടുക്കുന്ന കൂടുതൽ JCB, അതായത് 6ഓളം JCB, ഇപ്പോൾ നമുക്ക് 6 JCB ദൃശ്യങ്ങൾ കാണാം. ആ 6 JCB കൂടി വന്നിരിക്കുന്നു. അതായത് പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുന്നു. സൈന്യം എത്തുന്നതിന് മുമ്പ് തന്നെ ലോറി കണ്ടെത്തുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഏത് വിധേനയായാലും അർജുനെ നമുക്ക് തിരിച്ച് വേണം, അർജുനെ കണ്ടെത്തുക, അതോടൊപ്പം ഈ ലോറി കണ്ടെത്തുക. ഇതൊക്കെയാണ് നമ്മൾ ഉയർത്തുന്ന ആവശ്യം. നിരന്തരം നമ്മൾ വാർത്ത നൽകുന്നു. നമ്മൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ കൃത്യമായ ഓരോ വിവരങ്ങളും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു, കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നു. ആശ്വാസം പകരുന്ന വാർത്തകൾ ഓരോ നിമിഷവും നമ്മൾ കാത്തിരിക്കുന്നു. ഇപ്പോഴും നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ണിനടിയിൽ തന്റെ ജ്യേഷ്ഠൻ ജീവനോടെയുണ്ട്. അദ്ദേഹത്തെ പുറത്തെടുക്കണം. അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ തർക്കമോ വിമർശനമോ ഉന്നയിക്കുന്ന ഒരു സമയമല്ല ഇത്. നമുക്ക് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. കാലാവസ്ഥ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്റെ ജ്യേഷ്ഠനെ നമുക്ക് പുറത്തെടുക്കാം
പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ജീവന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തരൂ എന്ന് അദ്ദേഹം വളരെ വൈകാരികമായാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നത്. എന്നാലും അദ്ദേഹം ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തുണ്ട്. അദ്ദേഹം മറ്റു ബന്ധുക്കളുണ്ട്, ജിതിനുണ്ട്, ഇവരൊക്കെ ഈ പ്രദേശത്തുണ്ട്. എന്തായാലും അതാ JCB കൃത്യമായി ആ മലയുടെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഈ ലോറി ഉണ്ടെന്ന് കൃത്യമായി മാർക്ക് ചെയ്ത റഡാർ സിഗ്നൽ മാർക്ക് ചെയ്ത അതിന്റെ ആഴത്തിൽ ഒരു JCB, ഒപ്പം ഈ സൈഡിൽ നിന്നുള്ള മണ്ണ് അത് മാറ്റുന്ന മറ്റൊരു JCB നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ. ഏത് സമയത്തും ആ ലോറിയുടെ ആ ഒരു ഭാഗം കണ്ടെത്താം. അർജുന്റെ ഒരു ഹൃദയമിടിപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജീവനോടെ തന്നെ അർജുൻ തിരിച്ചു വരും എന്ന ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. നമ്മൾ ഏവരും കാത്തു നിൽക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. തീർച്ചയായും അർജുൻ ജീവനോടെ മടങ്ങിയെത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ലൊക്കേഷൻ അടയാളപ്പെടുത്തിയ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മണ്ണ് നീക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ലോറിയിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ലോറിക്കകത്താണ് അർജുൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷനിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ISROയുടെ സഹായം അടക്കം കർണാടക സർക്കാർ തേടുകയും ചെയ്തിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സഹായം തേടിയത് എന്നുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ISROയുടെ സഹായം ലഭിക്കും എന്ന ഉറപ്പും തിരിച്ച് കിട്ടിയതായാണ് വിവരം. അതേസമയം ഈ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഭാഗമാകാൻ കരസേന യൂണിറ്റ് എത്തുന്നുണ്ട്. 40 അംഗ സംഘം ആണ് ബൽഗാമിൽ നിന്ന് എത്തുന്നത്. 11 മണിയോടുകൂടി ഈ സംഘം എത്തും എന്നുള്ളതാണ്. പക്ഷേ ഓരോ മിനിറ്റുകളും ഓരോ നിമിഷവും ഈ രക്ഷാപ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദിവസങ്ങളായി തുടരുന്ന തെരച്ചിൽ ആണ്. തുടക്കത്തിൽ വലിയ വിമർശനം ആയിരുന്നു ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നേരിട്ടത്. ഒരു ഘട്ടത്തിൽ തെരച്ചിൽ അവസാനിപ്പിച്ച് നേരത്തെ മരണപ്പെട്ടു എന്ന സ്ഥിരീകരണം ചിലരുടെ കാര്യങ്ങളിൽ ഉണ്ടാകുന്നു. അതിനുശേഷം മറ്റാരും കുടുങ്ങിക്കിടന്നതായോ ഒന്നുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നത്. അർജുൻ ഉൾപ്പെടെയുള്ളവർ ഈ മണ്ണിനടിയിലാണ് എന്ന പരാതികൾ ഉയരുന്നു. സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു. അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ കൂടുതൽ സമയോചിതമായ ഇടപെടലിലേക്ക് കടക്കുന്നു. തുടക്കത്തിലെ പാളിച്ചകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അതിൽ മാധ്യമങ്ങളടക്കം നിരന്തരമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു മലയാളി അവിടെ കുടുങ്ങി എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ന്യൂസ് 18 വാർത്താസംഘം അവിടെ വളരെ നേരത്തെ തന്നെ എത്തുകയും ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ അർജുനെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ 11 മണിക്ക് കരസേന അംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ലോറിയിലേക്ക് എത്താൻ, ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെടുക്കാൻ രക്ഷാദൗത്യ സംഘത്തിന് സാധിക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇന്നലെ വൈകിട്ട് 9 മണിക്ക് മുമ്പ് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി ദുർഘടമായ സാഹചര്യമായിരുന്നു. അതോടൊപ്പം കനത്ത മഴയാണ് ഇന്നലെ പെയ്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടെ മണ്ണിടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. അതുമാത്രമല്ല, ഈ മഴയോടുകൂടി ചെളിമണ്ണാണ്. ആ മണ്ണിലേക്ക് കൂടുതൽ JCBകൾ തുടക്കത്തിൽ എത്തിക്കുക എന്നത് പ്രയാസകരമായിരുന്നു. അവിടേക്ക് വാഹനങ്ങൾ എത്തിക്കുക എന്നത് പ്രയാസകരമായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ തുടക്കത്തിൽ വൈകിയെങ്കിലും പിന്നീട് ഉണർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ പ്രദേശത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. കൂടുതൽ JCB എത്തിക്കാൻ സാധിക്കുന്നു. മണ്ണ് വളരെ വേഗത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കുന്നു. ഇനിയുള്ള ഓരോ മിനിറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ബൈജു, അപ്പോഴും ഈ മഴ പെയ്താൽ വീണ്ടും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഈ മഴ തോർന്നു നിൽക്കുന്ന സമയത്ത് കഴിയുന്നത്ര വേഗത്തിൽ കഴിയുന്നത്ര ഈ രക്ഷാപ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? അഭിലാഷ്, വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. വെയിൽ വന്ന കാലാവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇവിടെ ഉണ്ടെങ്കിലും അഭിലാഷ്, അതിനു മുമ്പ് ഇതാ ഈ ദൃശ്യം, ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യം, ഇതാണ് ആ ലോറി ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായി കണ്ടെത്തിയ പ്രദേശം. അവിടെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു 6 JCBകൾ കൃത്യമായി ഇവിടെ മണ്ണെടുക്കുന്നത്. ഇതാ ഇവിടെയാണ് ഇപ്പോൾ ലോറി ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്.
അകപ്പെട്ടിരിക്കുന്നത്, മണ്ണിന്റെ അടിയിൽ അകപ്പെട്ടിരിക്കുന്നത് അർജുനുമായുള്ള ലോറിയുള്ള കൃത്യമായ സ്ഥലമാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ഈ സ്ഥലത്താണ് അപകടത്തിൽപ്പെട്ടത്. ഇതിന് തൊട്ട് സമീപത്തായി മറ്റ് 2 വാഹനങ്ങൾ കൂടിയുണ്ട്. ആ വാഹനങ്ങൾ കൂടി ചെറിയ വാഹനങ്ങളാണ്. പക്ഷേ ഈ അർജുന്റെ സഞ്ചരിച്ച വാഹനം കൃത്യമായും അത് ഇത്തരത്തിൽ റഡാറിൽ കണ്ടെത്തിയിരുന്നു. അത് വലിയ എഞ്ചിനായിരുന്നു. 70% ഉള്ള ആ എഞ്ചിൻ കൃത്യമായ റഡാറിൽ സിഗ്നൽ ലഭിച്ചിരുന്നു. ആ സ്ഥലത്തുള്ള ഇത്തരത്തിൽ തെരച്ചിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. മറ്റൊരു കാര്യം ഈ പുഴയാണ്. ഇതിന് സമീപത്തായുള്ള ഈ പുഴയിലായിരുന്നു ഇന്നലെ വലിയ തോതിൽ മണ്ണും ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയ സാഹചര്യം. അതൊക്കെ നീക്കം ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാം. ഈ പുഴയിലാണ് ഇത്തരത്തിൽ നിരവധി പേർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കിനി ഈ കടയുള്ള ഒരു സ്ഥലം കൂടി നമുക്ക് കൃത്യമായി കാണാം. ഇവിടെ മാറിയാണ് ഈ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലൊരു കട ഉണ്ടായ സ്ഥലം. ഈ സ്ഥലം അവിടെ ഇപ്പോൾ നമുക്ക് അത്തരത്തിലൊരു ഭാഗവും കാണാൻ അവിടെ ഒരു വീടും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 7 പേരാണ് ഈ ദുരന്തത്തിൽ അപകടത്തിൽ മരണപ്പെട്ടത്. ലോറി അങ്ങനെയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്ത് ഇത്തരത്തിൽ വിശ്രമിക്കുന്ന സമയത്തായിരിക്കും ഈ മണ്ണിടിച്ചിലുണ്ടായത്. ആ പ്രദേശത്ത് തന്നെ മണ്ണിടിച്ചിലുണ്ടായി. ആ ദൃശ്യത്തിൽ കാണാം, മലയുടെ മുകൾ ഭാഗം കാണാം. അതിന് കൃത്യമായ ആ ദൃശ്യമാണ് ഈ കാണുന്നത്. ലോറികളൊക്കെ മണ്ണെടുത്ത് പോകുന്നത് ആ ഭാഗങ്ങളിലേക്കാണ്. അതിനുശേഷം ഇപ്പോൾ ഈ ഇന്നലെയൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ദൃശ്യം കാണുന്ന സ്ഥലത്ത് നിന്നും മണ്ണ് ഒലിച്ച് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതൊക്കെ ഒരു ഉറച്ച ഒരു നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ ആശ്വാസമാണ്. ഇത് കൃത്യമായി ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഈ തുടക്ക ഭാഗമാണ്. അതായത് ഗോവ ഭാഗത്ത് വരുമ്പോൾ ഈ റോഡിന്റെ തുടക്കം ഉള്ള ഭാഗമാണ്. ഇവിടെ നിന്നും ഇത്രയും ദൂരം, അതായത് ഈ ദൃശ്യം ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം നോക്കിയാൽ മതി. ഇത്രയും ഭാഗങ്ങളിൽ മണ്ണ് ഇടിച്ചിലുണ്ടായി. ഈ ഭാഗങ്ങളിൽ എവിടെയാണ് പരിശോധന നടത്തേണ്ടതെന്ന ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. എവിടെയാണ് അർജുൻ ഉണ്ടാവുക എന്നത്. അതിനാണ് ഇന്നലെ റഡാറിലൂടെയുള്ള പരിശോധനയിൽ ഇപ്പോൾ കാണുന്ന ഈ പോയിന്റിലാണ് ഇത്തരത്തിൽ ഈ വാഹനം ഉള്ളത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് MLA ഈ റോഡ് കൃത്യമായി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിൽ നിന്നുള്ള അഷ്റഫ് AKM അഷ്റഫ് MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമ്മൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അഭിലാഷ്, AKM അഷ്റഫാണ്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നമ്മളെല്ലാവരും മലയാളികൾ അർജുന്റെ ജീവനോട് തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ചില ചർച്ചകൾ വരുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട നമ്മുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട് വളരെ ഒരു ടീം വർക്കോട് കൂടി നല്ല ദ്രുതഗതിയിലുള്ള ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കോട്ടയ്ക്ക് വിസിറ്റ് ചെയ്ത ഒരാളാണ്. രാവിലെയും കണ്ടു. തീർച്ചയായും നമുക്ക് അറിവുമായി വരുമെന്നുള്ള ഒരു 100% പ്രതീക്ഷയിലും പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ചില ഇവിടുത്തെ കാലാവസ്ഥ നല്ല മഴയാണ്, മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. തുടക്കത്തിൽ ഗ്രാമാന്തത വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും സംശയം പ്രകടിപ്പിക്കുകയാണ്. ഏതായാലും നമ്മൾ അർജുൻ്റെ ജീവന് വേണ്ടി ഇങ്ങനെ തിരിച്ചു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. KC വേണുഗോപാൽ ഇവരുമായി ബന്ധപ്പെട്ടു എന്ന് പറയുന്നു, പ്രതിപക്ഷ നേതാവുടെ പറയുന്നു. പക്ഷേ ആർമിയുടെ നീക്കം വളരെ വൈകിപ്പോയി എന്ന് പരാതിയുണ്ട്. തീർച്ചയായും അത് ഇന്നലെ മുതൽ ഞാനും ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. നമ്മളിങ്ങനെ ചർച്ചയിലൂടെയാണ് അറിയുന്നത്. KC വേണുഗോപാൽ ഇടപെട്ട്, കോഴിക്കോട് MP ഇടപെട്ട്, എന്നെ തന്നെ പ്രതിപക്ഷ നേതാവും മനുമേ കുഞ്ഞാൽ സാഹിബ് അടക്കമുള്ള ആളുകൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പോട്ടിൽ എത്തിയത് ഇന്നലെ രാത്രി തന്നെ. എത്തിയതിനു ശേഷം പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ജാഗ്രത കുറവ് വന്നു എന്നുള്ള ഒരു സംശയമാണ്. ഇപ്പോൾ ഏതായാലും ഒരു ടീം വർക്കോടുകൂടി വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് അർജുനെ ജീവനോടെ തിരിച്ചു ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഈ സന്ദർഭത്തിലൊരു കർണാടക ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഡെപ്യൂട്ടി CM, കാരണം നമ്മുടെ മലയാളിയായ UT ഖാദറാണ് സ്പീക്കർ. അദ്ദേഹം നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ അല്ല, സതീശൻ ഓൾറെഡി ആണ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ അദ്ദേഹത്തെ തുടക്കം മുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ നന്നായി ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ഒഫീഷ്യൽ MLAക്ക് കിട്ടിയ ഏറ്റവും ഒടുവിലത്തെ വിവരം തീർച്ചയായും ഇന്നിപ്പോൾ കഴിഞ്ഞ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് ശേഷം ഇന്ന് രാവിലെ മുതൽ ഏറ്റവും വേഗതയിൽ രക്ഷാപ്രവർത്തനം വളരെ ജാഗ്രതയോടുകൂടി മുഖ്യമന്ത്രി മോനിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായി നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ. കാസർഗോഡ് MPയോ പ്രതിപക്ഷ നേതാവോ
തീർച്ചയായും അവരൊക്കെ അതിന്റെ ഒരു ആദ്യ ഘട്ടം എന്ന നിലക്കാണ് ഞാൻ ഇവിടെ എത്തിച്ചത്. വണ്ടിയിൽ കുഴിച്ചു മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റൈറ്റ്, അതാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. ഒറ്റക്കെട്ടായി കേരളം കാത്തിരിക്കുകയാണ് അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി, അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്പോട്ടിൽ ആണ് അർജുൻ ഉള്ള വാഹനം, ലോറി ഉള്ളത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ മേഖലയിൽ മാത്രമാണ് ഈ JCBകൾ ഇപ്പോൾ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ മണ്ണ് മാന്തി അത് മറ്റു ലോറികളിലേക്ക് മാറ്റി വളരെ പെട്ടെന്ന് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. 5 or 6 JCBകൾ ആണ് ഇപ്പോൾ ആ പ്രദേശത്ത് ഒരുമിച്ച് ഒരേ സമയം മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ചെറിയ മണ്ണിടിച്ചിൽ അല്ല ഉണ്ടായിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശമൊക്കെ 6 വരിപ്പാത കടന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. തെരച്ചിൽ പുനരാരംഭിച്ചു. അതിന് വിഘാതമാകുമോ മഴ എന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മഴ ശക്തമാകുന്ന ലക്ഷണം ആണുള്ളത്. ബൈജുവിലേക്ക് പോകുമ്പോൾ ബൈജു, വീണ്ടും അവിടെ മഴയെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത വീണ്ടും കുറയുന്ന സാഹചര്യമാണല്ലോ ഉണ്ടാവുക. മഴ പെയ്തു തുടങ്ങിയോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷെ, ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലുള്ള ഒരു മഴ ഏതായാലും ഉണ്ടാകില്ല എന്ന കാലാവസ്ഥ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ചെറിയ ചാറ്റല മഴ ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അപ്പോഴും തെളിഞ്ഞ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ വന്നതാണ്. ആ സമയത്തുണ്ടായിരുന്നതിൽ നിന്നും നല്ല തെളിച്ചമുള്ള കാലാവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നു. അത് ഈ രക്ഷാപ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന തരത്തിലൊരു മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ തടസ്സമാവില്ല. ഊർജിതമായി തന്നെ ആ പ്രദേശത്ത് മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആ വാഹനം കണ്ടെത്തിയ ആ സ്ഥലത്ത് മലയുടെ മുകളിലേക്ക് നമുക്ക് നോക്കിയാൽ അവിടെ ഒരു മണ്ണിടിച്ചിലിന് സാധ്യത ഒട്ടും തന്നെയില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എവിടെയാണ് ഈ ലോറി കിടക്കുന്നത് എന്നത് കൃത്യമായി അറിയാതെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യേണ്ട സാഹചര്യം വന്നതുകൊണ്ട് ആണ് അത് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ കൃത്യമായ ഒരു സ്ഥലം, ആ സ്ഥലത്തെ മണ്ണ് മുഴുവൻ നീക്കി കഴിഞ്ഞാൽ ലോറി നമുക്ക് കണ്ടെത്താൻ പറ്റും, അർജുനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ പ്രദേശത്ത് ഒരു മഴ വന്നാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമോ അത്തരത്തിലുള്ള അപകട ഭീഷണിയോ നമുക്കിവിടെ നേരിട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ചെറിയൊരു അതായത് ബൈജു ഇപ്പോൾ നിൽക്കുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന പ്രദേശം, അത് സ്വാഭാവികമായും അതൊരു 6 വരി പാതയായിരുന്നുവെന്നോ ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ചായക്കടയും വീടുമൊക്കെ ഉണ്ടായിരുന്നുവെന്നൊന്നും ഇത് കാണുന്ന പ്രേക്ഷകന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രയധികം മണ്ണാണ്, ആ മലയാണ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത്. തൊട്ടടുത്ത നദിയിലേക്ക് അടക്കം ആ മണ്ണ് വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബൈജു സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഈ മഴ പെയ്യുന്നത് വലിയ തോതിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന്, ഇടിഞ്ഞു കിടക്കുന്ന മണ്ണാണ്, അവിടെ വീണ്ടും അപകടത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ലോറി സ്പോട്ട് ചെയ്യപ്പെട്ട ഭാഗത്ത് മഴ പെയ്താലും ആ മണ്ണ് നീക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്ത് അങ്ങനെ വലിയ മൺതിട്ട് ഇല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെ വേണം പറയാൻ. ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കില്ല എന്നാണ് നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ സൈന്യം കൂടി എത്തിയാൽ മാത്രമേ കുറച്ചുകൂടി ഈ വേഗത ഈ പ്രവർത്തനത്തിന് വരൂ. അഭിലാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയ ഒരു ലോറി താവളമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നിരവധി ലോറികൾ ഇവിടെ ഇത്തരത്തിൽ വിശ്രമിക്കാനായി ഇവിടെ നിർത്തിയിടും. അവർ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡ്രൈവർ പറയുകയുണ്ടായി, നല്ല ദോശയും ചായയും കിട്ടുന്ന ഒരു കട, ലോറിക്കാരുമായി ഒക്കെ വലിയ സൗഹൃദമുള്ള ഒരു കുടുംബം. ആ കുടുംബവും മുഴുവൻ ഈ മണ്ണിടിച്ചിലിൽ ഇല്ലാതായിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന 7 പേർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത്. അവരുടെ മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ടോടു കൂടി തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുമുണ്ടായിരുന്നു. അത് ഈ വലിയ മണ്ണിടിഞ്ഞതിന് തുടക്കത്തിൽ ആ കടയുടെ തൊട്ടടുത്താണ് അങ്ങനെയെങ്കിൽ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടാകുക. 3 മണിക്ക്, അതായത് ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് അർജുൻ തന്റെ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു.
താൻ വിശ്രമിക്കുകയാണ്, താൻ ഉറങ്ങാൻ പോവുകയാണെന്ന് അവസാനമായി പറഞ്ഞത്. പിന്നീട് ആ ഫോൺ റിങ് ചെയ്തതല്ലാതെ പിന്നീട് ആ ഫോൺ എടുക്കാൻ അർജുൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴും അർജുൻ ജീവനോട് തന്നെ ആ ലോറിക്കകത്തുണ്ട് എന്നൊരു വിശ്വാസം വരാൻ പ്രധാനമായും കാരണം അതൊരു ആധുനിക സംവിധാനമുള്ള വളരെ പുതിയ ബെൻസ് മോഡൽ വണ്ടിയാണ്. അത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ കുന്നിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാലൊന്നും ഏതെങ്കിലും തരത്തിൽ വാഹനം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അത് വലിയ കൂറ്റൻ മരങ്ങൾ കയറ്റിയ ഒരു ലോറി ആയതുകൊണ്ട് തന്നെ പുഴയിലേക്ക് ഒഴുകി പോകില്ല. ഇത്തരത്തിലുള്ള പ്രാഥമികമായ നിഗമനം ഫസ്റ്റ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് വലിയ ആശ്വാസമായത്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പുഴയിലേക്കോ മറ്റോ ഈ ലോറി ഒഴുക്കിൽപ്പെടുകയോ മറ്റു ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം വലിയ അപകടത്തിലേക്കായിരിക്കും പോവുക. ഏതായാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ല. പക്ഷേ അപ്പോഴും നേരത്തെ സർവാർ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ മറ്റ് വാഹനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. നാട്ടുകാരായ ആളുകൾ കൂടി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതും പ്രധാനമാണ്. അർജുനൊപ്പം തന്നെ അത്രത്തോളം തന്നെ നമുക്ക് പ്രധാനമാണ്. അവരുടെ ജീവനും വലുതാണ്. അവരുടെ ജീവനും ഏതെങ്കിലും തരത്തിൽ ശ്വാസം മിടിപ്പുണ്ടെങ്കിൽ അവർക്കും അത്തരത്തിലുള്ള അവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം സേനയുടെ ആ ശ്രമമുണ്ട്. അതും നടക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ലോറി കണ്ടെത്തിയാൽ അതിന് സമീപത്ത് തന്നെ മറ്റ് വാഹനങ്ങൾ തൊട്ടരികിലായി ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർ നമ്മോട് സൂചിപ്പിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മോട് പ്രതികരിച്ചതും ലോറി ആണെന്ന് കൃത്യമായി റഡാറിൽ വ്യക്തമായി. കാരണം ആ എഞ്ചിൻ 70% ഈ വാഹനത്തിന്റെ എഞ്ചിൻ ആ റഡാറിൽ തെളിഞ്ഞു. അത് കൃത്യമായി കണ്ടെത്തി. ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന കുറച്ചുകൂടി നേരത്തെ ആയി കഴിഞ്ഞാൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അർജുനെ ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നെ കാണാമായിരുന്നു, ആ തരത്തിൽ കണ്ടെത്താമായിരുന്നു. പക്ഷെ അത് വൈകി, എല്ലാ പ്രവർത്തനങ്ങളും വൈകി, ഏകോപനം ഇല്ലായ്മ അത് വലിയ തോതിൽ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ACM അഷ്റഫ് MLA പറഞ്ഞത് തന്നെയാണ്. ഈ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു വൈകി ഉണ്ടായി. അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് 3:30 ഇപ്പോൾ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി ഈ പ്രദേശത്ത് ഇവിടെ സന്ദർശിക്കാനെത്തുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ലോറി കണ്ടെത്തും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ ഉള്ളവർക്കെല്ലാം ഉള്ളത്. നമ്മൾ ഉൾപ്പെടെ ഉള്ളത് അത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നതും. ആ ഒരു നിമിഷത്തിലാണ് കാത്തിരിക്കുന്നത്. ഏത് സമയത്തും ആ ലോറി കണ്ടെത്താൻ കഴിയും എന്ന ഒരു വലിയ പ്രതീക്ഷ ഇവിടെ നിന്ന് നമുക്ക് അത്തരത്തിൽ പങ്കുവെക്കാൻ പറ്റും. ഏതായാലും മഴ ഇപ്പോൾ അല്പം മഴ ഉണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിൽ അത് യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് മാധ്യമപ്രവർത്തകർക്കും ഈ പ്രദേശത്തേക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഏതായാലും എല്ലാ കാര്യത്തിലും അനുകൂല നിലപാടുണ്ടായിരുന്നു. ഇത് നേരത്തെ ആകാമായിരുന്നോ എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ ജീവനുകളാണ് മണ്ണിനടിയിൽ ഇത്തരത്തിൽ ഉള്ളത്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടന്നില്ല. അത് വലിയ ആക്ഷേപത്തിനിടയാക്കും. ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഇനിയും വരും ദിവസങ്ങളിലും വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവം തന്നെയാണ്. ഇത്തരം അപകടം ഉണ്ടായാൽ അത് ഏത് രീതിയിലായിരിക്കണം രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് പലപ്പോഴും കേരളം അതിന് വലിയൊരു മാതൃകയായിരുന്നു. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ആരൊക്കെ എന്നില്ല, ഏത് ആൾക്കാർ വന്നാലും അവരൊക്കെ ഈ രംഗത്തിറങ്ങുന്ന സാഹചര്യം. പക്ഷെ ഇവിടെ ആരെങ്കിലും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇത്തരത്തിൽ എത്തിയാൽ അവരെ കയറ്റിവിടാത്ത സാഹചര്യമൊക്കെ ഏതായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആശ്വാസവാക്ക് ഈ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു എന്ന് തന്നെയാണ്. ആ മണ്ണിടിഞ്ഞ് വീണ പ്രദേശത്ത് രഞ്ജിത്ത് അവിടെ തന്നെയുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. JCBക്കാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. അത് പ്രകാരമാണ് അവർ മണ്ണെടുക്കുന്നത്. കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാഹനത്തിന്റെ എഞ്ചിൻ കണ്ട ഭാഗം അത് വളരെ സാവധാനത്തിൽ ആ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ JCB ഉപയോഗിച്ച് അത് കൂടുതൽ അപകടകരമായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് മണ്ണ് വീഴുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ രഞ്ജിത്ത് അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. മൺകൂനിയുടെ മുകളിൽ ഒരു JCB കയറ്റി വെച്ച് അതിന്റെ മുകളിൽ നിന്ന് മണ്ണ് മാറ്റുന്ന ഒരു രംഗമായിരുന്നു. വളരെ മന്ദഗതിയിലായിരുന്നു ആ പ്രവൃത്തികളൊക്കെ നടന്നത്. അപ്പോഴും ആ ജീവൻ അതാണ് കൂടുതൽ ഏകോപിപ്പിക്കാൻ രക്ഷാപ്രവർത്തനത്തെ അല്ലെങ്കിൽ തെരച്ചിൽ കൂടുതൽ ഏകോപിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. അർജുൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വോളണ്ടിയർമാർ ആയിട്ട് നേരത്തെ തന്നെ സന്നദ്ധരായ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു.
അവർക്ക് അവിടേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അതൊരു പക്ഷേ അപകട സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ആ ഘട്ടത്തിൽ അനുവാദം നൽകാതിരുന്നത്. പക്ഷേ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. കൂടുതൽ വോളണ്ടിയർമാർക്ക് ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ് ഏറ്റവും അനുകൂലമാകുന്നത്. ഒരു പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് സൈന്യം കൂടി എത്തിച്ചേരും എന്നുള്ളതാണ്. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോറിയുള്ള ഭാഗം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത അതേ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടേക്ക് മഴ പെയ്യുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ മഴ പെയ്തപ്പോഴെല്ലാം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരച്ചിൽ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും അത് കാര്യമായി ബാധിക്കുന്നില്ല. എങ്കിലും വേഗത സ്വാഭാവികമായും ചെറിയൊരു പരിധിവരെ കുറയുമെന്നത് നമുക്കറിയാം. മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനൊക്കെ പരിമിതിയുണ്ട്. മണ്ണ് കൂടുതൽ ഇടിയുമോ എന്ന ഭയമുണ്ടാകാം. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. ഒരു ഭാഗത്ത് ഈ കുന്നിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെ നീരുറവയായി ഇപ്പോൾ സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വെള്ളച്ചാട്ടം പോലെ വെള്ളം ഒഴുകുന്നതാണ്. ഇതൊക്കെ അവിടെ നിന്ന് മണ്ണ് നീക്കുന്ന പാതയിലൊക്കെ ഇങ്ങനെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ വാഹനം വഴുതിപ്പോകാനുള്ള നമുക്ക് അറിയാം, ചെളിയും മണ്ണും നിറഞ്ഞ സാഹചര്യം ആണ് അവിടെ ഉള്ളത്. വലിയ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത്തരം വാഹനങ്ങൾ തെന്നാനുള്ള വഴുതിപ്പോവാനുള്ള സാധ്യതകൾ കുറവാണ്. എങ്കിൽ പോലും വേഗത കുറയുമോ എന്നുള്ളതാണ് ആശങ്ക. അവിടെ ബൈജു, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മഴ പെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ഈ മഴയത്ത് തന്നെ മണ്ണ് മാറ്റുന്നു. എല്ലാ യന്ത്രങ്ങളും, എല്ലാ മണ്ണുമാന്തി യന്ത്രങ്ങളും അവിടെയുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് മണ്ണ് കയറ്റി. അങ്ങനെ വേഗതയ്ക്ക് കാര്യമായി മാറ്റമുണ്ടായിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം രക്ഷാപ്രവർത്തനത്തിന് ഇതുവരെ നേരിട്ടിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, മഴ പെയ്യുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ നമുക്കത് വലിയ മഴ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മഴ ഉണ്ട്. അത് പക്ഷേ എങ്ങനെയാണോ നമ്മൾ ഇവിടെ വരുമ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം, ഈ രക്ഷാപ്രവർത്തനം അതേ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു. കാരണം വളരെ അരികിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു, രക്ഷാസംഘം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അത് നിർത്തിവെക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മുകളിൽ കാണുന്ന ഈ കുന്ന്, ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു അപകട ഭീഷണിയില്ല. പക്ഷേ കുറച്ച് നമുക്ക് മാറി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ മണ്ണ് ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിക്കുന്ന ചെറു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ പ്രദേശത്ത് രൂപപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ വെള്ളം കുത്തി ഒഴുകുന്നു, മുകളിൽ നിന്നും ഇത്തരത്തിൽ ഒഴുകുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഇവിടുത്തെ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടി, കല്ലടിഞ്ഞുകൂടി നമുക്ക് ഈ പ്രദേശം ഒന്നും കാണാൻ കഴിയില്ല. ഈ ദൃശ്യങ്ങളിൽ കാണാം, കൃത്യമായ ഒരു വെള്ളച്ചാട്ടം പോലെ രൂപപ്പെട്ടിരിക്കുന്നു അവിടെയൊക്കെ. ഇത്തരത്തിൽ ഏതായാലും മഴ ഉണ്ട്. പക്ഷേ അത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. വലിയ ശക്തമായ മഴയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മഴ ഇപ്പോൾ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴേക്കും നിരവധി മണ്ണുകൾ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ ദേശീയപാതയുടെ ഏതാണ്ട് രൂപം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ നമ്മളിവിടെ എത്തുമ്പോൾ ഒരു വരി പാത മാത്രമായിരുന്നു കാണാൻ സാധിച്ചത്. ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഈ വാഹനം വരുന്ന ഭാഗങ്ങളെല്ലാം മണ്ണ് മൂടിക്കിടക്കുകയും വലിയ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഗതാഗത യോഗ്യമായിരിക്കുന്നു. വാഹനങ്ങൾക്ക് ഏകദേശം സഞ്ചരിക്കാൻ കഴിയുന്നു. ഒന്നിനു പിറകെ ഒന്നൊന്നായി ഇത്തരത്തിൽ മണ്ണ് ഇവിടുന്ന് മാറ്റുന്ന വാഹനങ്ങൾ വരുന്നത് കാണാം. അത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ ഇപ്പോൾ ഈ വാഹനങ്ങൾ അവിടെ നിന്നും എടുത്ത മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഈ ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ചെറിയ അവിടെ നിന്നെടുത്ത മണ്ണാണ് ഇത് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി വീണ്ടും വാഹനങ്ങൾ, അത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അടുത്ത വാഹനങ്ങൾ 3 വാഹനങ്ങൾ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം ഇപ്പുറത്ത് നോക്കിയാൽ നിരവധി JCBകൾ ഇവിടെ ഉണ്ട്. ഏതായാലും നിലവിൽ ഏതെങ്കിലും തരത്തിൽ പ്രവൃത്തി നിലച്ചിട്ടില്ല. അതേപടി എങ്ങനെയാണോ നമ്മൾ തുടക്കത്തിൽ ഇവിടെ എത്തുമ്പോൾ ഉണ്ടായ അതേ സാഹചര്യത്തിൽ അതേപടി തന്നെ തുടർന്നു. കാരണം ആ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ പരിശോധന നടന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ സൂം ചെയ്യുമ്പോൾ വളരെ ദൂരത്ത് രഞ്ജിത്തിനെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഈ കാണുന്നത്. രഞ്ജിത്ത് അവിടെ കൃത്യമായ ഒരു വടി ഉപയോഗിച്ച സ്ഥലം മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് കാണുന്നത്. വളരെ ദൂരത്താണ്, മഴയുള്ളതുകൊണ്ടാണ് കൃത്യമായ ദൃശ്യം കാണാത്തത്.
ഇതാണ് ആ സ്ഥലം. അവിടെയാണ് കൃത്യമായ ആ ലോറി ഉണ്ട് എന്ന ദൃശ്യങ്ങളിൽ കാണാം. അവിടെ രക്ഷാപ്രവർത്തകർക്കൊപ്പം രഞ്ജിത്തിനെയും കാണാം. ഇതാണ് ആ സ്ഥലം, കൃത്യമായ ആ സ്ഥലം, ലോറി ഉണ്ടെന്ന് പറയുന്ന സ്ഥലം ഇതാണ്. അവിടെയാണ് ഇപ്പോൾ 3 JCB വെച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതിനുശേഷം നമുക്ക് ഈ കാലാവസ്ഥ ഇതാണ്, ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ്. മഴ ഉണ്ട്, ശക്തമായ മഴയല്ല, ഒരു വെളിച്ചം കൂടിയുണ്ട്. മഴ കുറച്ച് കഴിഞ്ഞാൽ മഴ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. വലിയ തോതിൽ മഴ തുടർച്ചയായി പെയ്യാനുള്ള ഒരു സാഹചര്യം എന്തായാലും കാണുന്നില്ല. നിരവധി പേരാണ് ഇത്തരത്തിലുള്ളത്. MLA ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനമാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരെ വാഹനങ്ങൾ ഇപ്പോൾ എത്താൻ പറ്റുന്നുണ്ട്. നേരത്തെ കിലോമീറ്ററുകൾക്കപ്പുറം വാഹനം വെച്ച് ഈ ഭാഗത്തേക്ക് നടന്നു വരേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഈ പാതയൊക്കെ ഈ പാത നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചെങ്കിലും ഇപ്പുറത്ത് കാണുന്ന ഈ പാത പൂർണ്ണമായും മണ്ണിടിഞ്ഞ സാഹചര്യമായി അതിപ്പോൾ കൃത്യമായി ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു. പക്ഷേ ഇതുവഴി വാഹനം കടത്തിവിടാൻ എത്രത്തോളം സാധിക്കുമെന്നത് ആശങ്കയുയർന്നു. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുന്ന് ഏത് സമയത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ്. മഴ വരും ദിവസങ്ങളിൽ ശക്തമായി പെയ്താൽ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാവില്ല, വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കാത്ത സാഹചര്യം വരും. എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്ക് തന്നെ നമുക്ക് ദൃശ്യം പോകാമെന്ന് തോന്നുന്നു. ഇത് കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ പ്രദേശമാണ് ഇപ്പോൾ കാണുന്നത്. മഴ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. മഴ ബാധിക്കുന്ന ഒരു സാഹചര്യവുമല്ല. മണ്ണിടിച്ചിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത്തരം ഒരു സാഹചര്യമില്ല. മണ്ണിടിച്ചിൽ ഭീഷണിയൊന്നും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം തുടർന്ന് തന്നെ പോകുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും കനത്ത മഴ പെയ്താൽ പോലും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് ഇന്നത്തെ അവിടുത്തെ സാഹചര്യം. അർജുന്റെ വാഹനത്തിന് തൊട്ടടുത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു, ഈ രക്ഷാദൗത്യ സംഘത്തിന് എത്താൻ സാധിക്കുന്നു എന്ന പ്രതീക്ഷയുടെ മണിക്കൂറുകൾ ആണ് ഇപ്പോൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. അതിനിടെയാണ് കോരിച്ചൊരിയുന്ന മഴയാണ് എങ്കിൽ പോലും രക്ഷാദൗത്യം അവസാനിപ്പിക്കാതെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായിരുന്നില്ല സാഹചര്യം. ചെറിയ വിമർശനങ്ങളൊക്കെ നേരിട്ടുവെങ്കിൽ പോലും യാഥാർത്ഥ്യവും അത്ര എളുപ്പമുള്ള ഒന്നല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരത്തിൽ വലിയ ഉയരത്തിൽ ആണ് ഈ മണ്ണിടിഞ്ഞ് കിടന്നത് എന്നതാണ്. അവിടെയുള്ള റോഡ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അവിടേക്ക് റോഡ് ക്ലിയർ ചെയ്യുക എന്നതായിരുന്നു ആദ്യത്തെ ദൗത്യം. അങ്ങനെ റോഡ് ക്ലിയർ ചെയ്ത് മണ്ണ് മാറ്റി ഇപ്പോൾ വാഹനങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുന്നു. അപ്പോഴേക്കും സമയം വൈകിപ്പോയി എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മണിക്കൂറുകളിൽ അതിന് എല്ലാം മറുപടി എന്ന നിലയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് പുരോഗമിക്കുന്നത് എന്ന് വേണം നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് KV ബൈജു നൽകുന്ന തത്സമയ വിവരങ്ങളിലൂടെ മനസ്സിലാക്കാൻ. നിരവധി ടോറസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഈ അപകട സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതെല്ലാം നിറയെ മണ്ണ് ലോഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിരവധി JCBകൾ അവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയല്ല. കാരണം ചെളിമണ്ണാണ് അവിടെയുള്ളത്. ആ ചെളിമണ്ണിലേക്ക് നേരെയൊന്നും JCB എത്തിക്കുക എന്നത് പ്രാക്ടിക്കലല്ല. മറിച്ച് ചെളി പൂർണ്ണമായി മാറ്റി ഈ JCBക്ക് അവിടെ കൃത്യമായി നിലയുറപ്പിക്കാൻ പറ്റണം. അങ്ങനെ മാത്രമാണ് അവിടെ നിന്ന് മണ്ണ് മാറ്റാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര വേഗത പിന്നീട് പുലർത്തി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇപ്പോൾ ഈ JCBകൾക്ക് വളരെ കൃത്യമായി ലോറിയുണ്ട് എന്ന് കരുതുന്ന സ്പോട്ട് ചെയ്യപ്പെട്ട റഡാറിലൂടെ തിരിച്ചറിയപ്പെട്ട സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് മണ്ണ് മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് ഇനി എത്രത്തോളം വേഗതയിൽ മണ്ണ് മാറ്റുക, അത്രത്തോളം വേഗതയിൽ മണ്ണ് മാറ്റുക എന്നത് തന്നെയാണ് ദൗത്യസംഘത്തിൻ്റെ ഉദ്യമം. അതിന് മഴ ഒരു തടസ്സമാകുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നില്ല. മഴ പെയ്യുന്നു എന്നത് വലിയ തോതിൽ രക്ഷാദൗത്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. കാരണം കൂടുതൽ മല ഈ പ്രദേശത്തേക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഇടിഞ്ഞു കിടക്കുന്ന മണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ മണ്ണ് വീണ്ടും രക്ഷാപ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുടെ ഇടയിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നു. അപ്പോഴും പൂർണ്ണമായും സുരക്ഷിതം എന്ന് നമുക്ക് പറയാവുന്ന ഒരു പ്രദേശമല്ല. കാരണം മണ്ണാണ്, പാറക്കെട്ടുകൾ ഉണ്ട്. ആ മണ്ണിൻ്റെ ഘടനയിലൊക്കെ വെള്ളം കുത്തിയൊലിക്കുമ്പോൾ ഏത് നിമിഷവും മാറ്റം ഉണ്ടാകാം. നമുക്ക് ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി കാണാൻ സാധിച്ചിരുന്നു. ഈ മലയിടുക്കുകളിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ പോലെ അല്ലെങ്കിൽ വെള്ളച്ചാട്ടം പോലെ ഒരു ഭാഗത്തേക്ക് വെള്ളം
കുത്തിയൊഴുകുന്നത്. ഇതൊക്കെ ആ പരിസരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ്. പാറക്കെട്ടുകൾ ഉണ്ട്, കട്ടിയുള്ള മൺകൂനകൾ ഉണ്ട്, മണ്ണ് ഇടിഞ്ഞ് ചെളി രൂപത്തിലായ സാഹചര്യമുണ്ട്. ഇതിനിടയിലൊക്കെ നിന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആ രക്ഷാപ്രവർത്തകർ നമ്മൾ തുടക്കത്തിൽ വൈകിയെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ പോലും രക്ഷാപ്രവർത്തകരുടെ ശ്രമത്തെ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളടക്കം രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നു. ഇത്തരം ദുരന്ത സമയങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ വോളണ്ടിയർമാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സേനാ വിഭാഗങ്ങൾ അവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ കഴിയുന്നത്ര വേഗത്തിൽ ലോറി അർജുൻ ഉണ്ട് എന്ന് കരുതുന്ന ലോറി കണ്ടെത്തുക, അതിനുവേണ്ടിയുള്ള ശ്രമം തന്നെയാണ്. അർജുന വാഹനത്തിനകത്തുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റഡാറുകൾ ഉപയോഗിച്ചാണ് ലോറി ഉള്ള സ്ഥലം നമ്മൾ സ്പോട്ട് ചെയ്തത്. അവിടേക്ക് എത്തുമ്പോൾ അത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെ അതിജീവിക്കാൻ അർജുന് സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം ആണ് കുടുംബാംഗങ്ങൾ വെച്ചു പുലർത്തുന്നത്. അതിന് സാധിക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും ഒരു ജനത ഒന്നടങ്കം അർജുൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുമ്പോൾ അർജുൻ്റെ തൊട്ടടുത്തേക്ക് ഈ ദൗത്യസംഘം എത്തുന്നു എന്നതാണ് ഈ മണിക്കൂറുകളിൽ ചേർത്ത് വയ്ക്കാനുള്ളത്. പ്രതികൂലമായ കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നില്ല. അങ്ങനെ ഓരോ നിമിഷവും എണ്ണിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. എത്രയും വേഗം അർജുനിലേക്ക് എത്താനാണ് ദൗത്യസംഘത്തിൻ്റെ അശ്രാന്ത പരിശ്രമം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്കാരം. സംസ്ഥാനം